ഇസ്രയേൽ ആക്രമണത്തിന് പ്രത്യാക്രമണവുമായി ഇറാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണം മുഴുവൻ ഗൾഫ് മേഖലയിലേക്കാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ സൗദി അറേബ്യ ഒരു ടാർഗറ്റ് എന്ന നിലയിലാണ് അവിടുത്തെ അരാംകോ എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെ കത്തിക്കുന്നത്. പതിറ്റാണ്ടുകളായിട്ട് സൗദി അറേബ്യ ഇറാനും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല. മാത്രമല്ല, ഇതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സൗദി ഭരണാധികാരിയുമായിട്ട് ഫോണിൽ സംസാരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണാധികാരിയുമായിട്ട് ഫോണിൽ സംസാരിച്ചു. ഇറാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തങ്ങൾ നശിച്ചാൽ ലോകം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിയേക്കാം, മൊത്തം പേര് നശിച്ചോട്ടെ. അവിടെ പക്വതയോട് അഭിപ്രായ പ്രകടനം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യൻ ഭരണാധികാരിയും മാത്രമാണ്. എന്താണ് ഈ ഇറാൻ്റെ പ്രത്യാക്രമണം ലോകത്തിന് നൽകാൻ പോകുന്നത്? അല്ലെ, ഇറാൻ അവരുടെ ആയുധം തീരുന്നത് വരെ ഈ വീഡിയോ കാണിക്കും. ഇറാൻ്റെ ഒരു പ്രശ്നം, അവർക്ക് നല്ലൊരു എയർഫോഴ്സ് ഇല്ല, നല്ലൊരു നേവിയുമില്ല. അവരുടെ ആകെയുള്ളത് മിസൈലാണ്. എയർഫോഴ്സും നേവിയും ഇല്ലാത്തത് അവരുടെ കുറ്റം എന്ന് ഞാൻ പറയില്ല. സാങ്ഷൻസ് കാരണം അവർക്ക് വർഷം എത്രയായി അവർ ലോകത്തിൻ്റെ സാങ്ഷൻ മുഴുവൻ, ലോകത്തിൻ്റെ എന്ന് വെച്ചാൽ അമേരിക്കയുടെ സാങ്ഷൻ കൊണ്ട് വിഷമിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ അവർക്ക് ഒരു നേവിയോ എയർഫോഴ്സോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. എന്തോ രണ്ടാം ലോകമഹായുദ്ധകാലത്തെ കുറച്ച് വിമാനങ്ങളൊക്കെ കയ്യിലുണ്ട്. ആകെയുള്ളത് മിസൈലാണ്. ഈ മിസൈൽ തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊരു വലിയ പ്രശ്നമാണ്. മിസൈൽ വിടുന്ന സ്പീഡിൽ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഉണ്ടാക്കാൻ താമസിക്കുക, വിടാൻ വളരെ എളുപ്പം കഴിയും. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഒരു പക്ഷേ ഇറാൻ പഴയ ഒരു വിയറ്റ്നാം പോലെയോ അഫ്ഗാനിസ്ഥാൻ പോലെയോ ഒരു ലോക്കി യുദ്ധവുമായിട്ട് ഇങ്ങനെ സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞ് അങ്ങനെ കിടക്കും. പാമ്പും ചാകില്ല, വടിയും ഒടിയില്ല എന്ന് പറഞ്ഞ പോലെ അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴും അമേരിക്കയുടെയും കുറേ പട്ടാളക്കാർ മരിക്കും, കുറേ നാശനഷ്ടങ്ങളുണ്ടാവും. ഇങ്ങനെ ഇത് നിതാന്തമായിട്ട് പോകും. ചിലപ്പോൾ ഒന്ന് പിളർന്നു വരും. ഒരു വിഭാഗം പ്രത്യേക ആൾക്കാരുടെ കയ്യിലായി അവർ വേറൊരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുക. ഇങ്ങനെ എങ്ങുമില്ലാതെ പോകുന്ന ഒരു അവസ്ഥ. അതാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് തോന്നുന്നത് ഇറാന് സംഭവിക്കാൻ പോകുന്നത്. അതാണ്. മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ ഈ അറാംകോയിൽ മിസൈലിട്ടു, മറ്റു രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടാക്കി. അതൊരു 3-4 ദിവസം കൂടെ അവർക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇപ്പോൾ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ ഒരു ഡിഫെൻസീവിൽ നിൽക്കുകയാണ്. ഇങ്ങോട്ട് വരുന്ന ആയുധങ്ങൾ തടുക്കുക എന്നുള്ളതല്ലാതെ അങ്ങോട്ട് ആക്രമിക്കുക എന്നുള്ള ഏർപ്പാടിലേക്ക് അവർ പോയിട്ടില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ബേസസ് ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അതാണല്ലോ ഇറാൻ പറയുന്ന ഒരു കാര്യം, അവരെ ആക്രമിക്കാൻ. ആ ബേസസ് ഇതുവരെ അമേരിക്ക ഉപയോഗിച്ചിട്ടില്ല ഇറാനെ ആക്രമിക്കാനായിട്ട്. അമേരിക്കയുടെ ആക്രമണം ഈ എബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ഫോർഡ് ഇതുപോലെ കടലിൽ കിടക്കുന്ന വിമാനവാഹിനി കപ്പലുകളിൽ നിന്നുള്ള ആക്രമണമാണ് ഇതുവരെ അവർ ചെയ്തിരിക്കുന്നത്. കാരണം സൗദിയൊക്കെ പരസ്യമായിട്ട് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ മണ്ണിൽ നിന്ന് ഇറാനെ ആക്രമിക്കരുത്, ഞങ്ങൾക്ക് വേണ്ടാത്ത ശത്രുത വാങ്ങിച്ചു കൂട്ടാൻ താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ അവർ മെല്ലെ തിരിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഇത്രയധികം ഇറാന് വേണ്ടിയിട്ട് സഹിക്കേണ്ട കാര്യമില്ല. ന്യൂട്രലായി നിന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല. ന്യൂട്രലായിട്ട് മധ്യസ്ഥനായിട്ട് നിന്ന ഒമാൻ്റെ തലയിൽ ഒരു മിസൈലിട്ടു ഇറാൻ. ഒമാൻ പിന്നെ അത് ശരി പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെയും സമാധാന ചർച്ചയ്ക്കായിട്ട് ഇവരുടെ പിന്നാലെ നടക്കുകയാണ്, ഇറാൻ്റെ പിന്നാലെ. പ്ലീസ് നിങ്ങളൊന്ന് ടേബിളിൽ വാ, നമുക്ക് വെറുതെ ഇങ്ങനെ ചെയ്യാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒമാൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അമേരിക്കയ്ക്കും ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഇന്നലെ രാത്രി ട്രംപിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ ട്രംപ് ഒരുപാട് പൊങ്ങച്ചൊക്കെ പറഞ്ഞു, വിയറ്റ്നാം യുദ്ധത്തെ പറ്റിയൊക്കെ പറഞ്ഞു. പിന്നെ ഈ യുദ്ധത്തിൽ മരിച്ചുപോയ 4 പേർക്ക് അവരെ ബഹുമാനിക്കുക, മരിക്കാതിരിക്കുന്ന ആളുകളെ അവരെ ബഹുമാനിക്കുക, അവരുടെ ഫാമിലിയെ കൊണ്ടുവരിക, ഇയാളുടെ പട്ടാള മേധാവികളെ പ്രദർശിപ്പിക്കുക, അങ്ങനെ ഇങ്ങനെ വലിയ ഷോ നടത്തി.
ഈ വല്ലാതെ നീണ്ടുപോകുന്ന ബോറടിപ്പിക്കുന്ന ഒരു ഷോ നടത്തുകയും 4-5 മാസം ചിലപ്പോൾ ഈ യുദ്ധം നീണ്ടു നിൽക്കും. 4 to 5 വീക്സ് എന്നും പറയുന്നുണ്ട്, 4 to 5 months എന്നും ഇടയ്ക്ക് പറയും. അത് സ്ലിപ്പ് ഓഫ് ടങ് ആണോ എന്ന് എനിക്കറിഞ്ഞില്ല. വീക്സ് ആണോ മന്ത്സ് ആണോ ശരി, ആർക്കും അറിയില്ല. ഏതായാലും യുദ്ധം നീണ്ടുപോകും എന്നാണ് ട്രംപ് പറയുന്നത്. അതിൻ്റെ ഒരു നിരാശയും ആ പറച്ചിലുണ്ടായിരുന്നു. അത് കവറപ്പ് ചെയ്യാനായിട്ട് 4-5 ആഴ്ച എടുക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ കമ്പനിയും കൂട്ടരെയും ഞങ്ങൾ തകർത്ത് കളഞ്ഞു വിത്തിൻ അവേഴ്സ് എന്നൊക്കെ അതും പറയുന്നുണ്ട്. മൊത്തത്തിൽ അമേരിക്കയുടെ കോൺഫിഡൻസിന് ചെറിയൊരു കുലുക്കം തട്ടിയിട്ടുണ്ട്. അത് അവരുടെ സെക്രട്ടറി ഓഫ് വാർ പീറ്റ് ഹെഗ്സെറ്റ് അങ്ങേരുടെ പ്രസ്താവനയിലാണ് അത് കൂടുതൽ കാണുന്നത്. ഈ കരയുദ്ധത്തിൽ പോലും ഞങ്ങൾ ജയിക്കും. ശരി, കരയുദ്ധത്തിൽ നിങ്ങൾ ജയിക്കുമായിരിക്കും. ഇപ്പോൾ ആ ചോദ്യം ഇല്ലല്ലോ. നിങ്ങളുടെ പട്ടാളം ഇറാൻ്റെ മണ്ണിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. കരയുദ്ധത്തെ പറ്റി ഇറാനും ആലോചിക്കുന്നില്ല, അമേരിക്കയും ആലോചിക്കുന്നില്ല. പിന്നെ ഇത് പറയേണ്ട കാര്യം എന്താ? കരയുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കുന്നു. കരയുദ്ധത്തിൽ ജയിക്കും എന്ന് പറഞ്ഞാൽ മറ്റ് യുദ്ധങ്ങളിൽ തോൽക്കും എന്നാണ് അർത്ഥം. ഈ അമേരിക്ക വലിയൊരു സായുധ ശക്തിയാണ്, സംശയമില്ല. പക്ഷേ ഈ റെസിലിയൻസ് എന്ന് പറയുന്നത്, പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, അതുള്ള ഒരു രാജ്യമാണ് ഇറാൻ. വെനസ്വേല പോലെയോ ഈവൻ ലിബിയ പോലെയോ. ലിബിയയിലൊക്കെ ഗദ്ദാഫിയെ കൊന്നു കഴിഞ്ഞപ്പോൾ ലിബിയയുടെ കഥ കഴിഞ്ഞു. സദ്ദാം ഹുസൈനെ കൊന്നപ്പോൾ ഇറാഖിൻ്റെ കഥ കഴിഞ്ഞു. മജൂറോയെ പിടിച്ചുകൊണ്ടുപോയി വെനസ്വേല കാൽച്ചോട്ടിലായി. ബട്ട് ഇറാനിൽ ഖമനിയെ കൊന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. അവരുടെ സെക്കൻഡ് ഇൻ കമാൻഡ് നിലവിൽ. അതെ, ഇതാണ് ഇറാനും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, അതിനുള്ള സെറ്റപ്പ്, അതിന് മാത്രം ആൾക്കാർ, അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റുള്ള ജനങ്ങളും കൂടെ വേണമില്ല. അതും ഇറാനിലുണ്ട്. ഇറാനിൽ 3 ടൈപ്പാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. ഒന്ന്, ഖമനിയെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. മറ്റൊന്ന്, ഖമനി പോയതിൽ ആഹ്ലാദിക്കുന്ന ആൾക്കാർ. മൂന്നാമത്, എന്ത് ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിൽക്കുന്ന സാധാരണക്കാർ. അവർക്ക് ഖമനി വന്നാലും വിരോധമില്ല, പോയാലും വിരോധമില്ല, സമാധാനമായിട്ട് കഴിഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള മൂന്നാമൊരു ഭാഗം ചെറുതാണ്, പക്ഷേ അവരുമുണ്ട്. ഇതാണ് ഇറാൻ്റെ ബ്രോഡായിട്ടുള്ള പോപ്പുലേഷൻ്റെ സ്ഥിതി. അപ്പോൾ ഖമനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവർ ഖമനിയുടെ സക്സസറായിട്ടുള്ള ആൾക്കാരെയും അവർ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഇറാൻ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 47 വർഷമായിട്ട് അമേരിക്ക തുലയട്ടെ എന്നൊരു മുദ്രാവാക്യമാണ് ഇറാനിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. പക്ഷേ ഇറാനെ അമേരിക്ക ഇതുവരെ ആക്രമിച്ചില്ല. അതിന് കാരണം യമനിൽ, അതുപോലെ തന്നെ ലിബിയയിൽ, ഇറാഖിൽ, അത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഷിയ വംശജരായ കുറേ പോരാളികളുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ ദുർബലമായി കണ്ട ഒരു സമയത്ത് അമേരിക്ക കയറി അടിക്കുകയായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അവർ ഈ വലിയ ബലവാന്മാരെ ആയിരുന്നില്ല നേരത്തെ. ഈ ടെറർ ഗ്രൂപ്പുകൾ എപ്പോഴും വളരെ കുറച്ച് പേരായിരിക്കും. ചില സർപ്രൈസ് അറ്റാക്കൊക്കെ നടത്തി ഷൈൻ ചെയ്യുക, അതാണ് ടെറർ ഗ്രൂപ്പുകളുടെ ഇത്. അപ്പോൾ അവരുടെ ശക്തി നോക്കിയിട്ടൊന്നുമല്ല അമേരിക്ക ആക്ട് ചെയ്തത്. ഇപ്പോൾ പ്രശ്നം യുറേനിയമാണ് ഇറാൻ്റെ കയ്യിലുള്ളത്. കഴിഞ്ഞ യുദ്ധത്തിൽ ട്രംപ് സാധാരണ ചെയ്യുന്ന പോലെ പൊങ്ങച്ചടിച്ചു. എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ അടിച്ച് തീർത്തു. B-2 ബോംബർ പോയി, ഭൂമിക്കടിയിൽ മാല തുരന്നിട്ട് അടിയിൽ പോയി എന്നൊക്കെ പറഞ്ഞ് വലിയ ചിത്രമൊക്കെ കാണിച്ച് കാണില്ല. 150 അടി താഴെ ബങ്കർ ബസ്റ്ററാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പറയുക ഒന്നും നടന്നില്ല, അവൻ്റെ ഇപ്പോഴും സാധനം ഇരിക്കുന്നു. അപ്പോൾ അന്ന് പറഞ്ഞതോ ട്രംപിൻ്റെ ഗുണ്ടടി എനിക്കത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. ഈ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന് പറയുന്നത്. അങ്ങനെയാണ് കുവൈറ്റിൽ അമേരിക്കയുടെ F-15 വിമാനം കുവൈറ്റ് പട്ടാളക്കാർ വെടിവെച്ചിട്ടുള്ളത്. ഇയാൾ നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ 4 വിമാനം വീണു, ട്രംപ് പറഞ്ഞു. പിന്നെ അത് 6 വിമാനം വീണു മാറ്റി. മോദിയൊന്നും വേണ്ടിയില്ല. ഇയാൾ കൂട്ടിക്കൊണ്ട് കൊണ്ടുപോയി 20 വിമാനം, 25, 40. അപ്പോൾ കൂടെയുള്ളൊരു പറഞ്ഞു, ചേട്ടാ അയാൾ ആകെ 36 മേടിച്ചിട്ടുള്ളൂ.
റഫാലാകെ 36 കയ്യിലുള്ളൂ. അതിൻ്റെ 2 മെയിൻ്റനൻസ് കിടക്കുന്നു. ബാക്കി 34 വെച്ചാണ് നമ്മൾ ഈ കളി. അപ്പോഴാണ് അയാൾ 40. മിണ്ടാതെ ഞാനിത് കൂട്ടിക്കൊണ്ട് നീ തിരുത്തുന്നു, മിണ്ടാതെ. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതിന് എവിടെയെങ്കിലും ഒരു തിരിച്ചടി ഇയാൾക്ക് കിട്ടി, ഈ പച്ചന്നോണ ഇങ്ങനെ വിളിച്ച് പറയും. അങ്ങനെയാണ് കുവൈറ്റ് ഇയാളുടെ F-15 വെടിവെച്ചിട്ടു. തെറ്റി വെടിവെച്ചിട്ടതാണെന്ന് പറയുന്നു. എന്നാലും അതിൻ്റെ ലൈവ് വന്നല്ല. ഇയാളുടെ വിമാനത്തിന് വെടികൊള്ളുന്നു. അത് ഈ ചില്ലിത്തെങ്ങിൽ നിന്ന് ഓല വീഴുന്ന പോലെ ഇങ്ങനെ ആടി ഒലഞ്ഞ് ആദ്യം കവളം മടൽ താഴത്തേക്ക്, പിന്നെ മുകളിലേക്ക് ഇങ്ങനെ വളഞ്ഞ് താഴെ. ഭാഗ്യത്തിന് പൈലറ്റ് മിടുക്കനായതുകൊണ്ട് അവൻ എജക്റ്റ് ചെയ്ത് അവൻ രക്ഷപ്പെടുകയും ചെയ്തു. ഇതൊക്കെ ദൈവത്തിൻ്റെ ഓരോ കളിയാണ്. നമ്മളെ അനാവശ്യമായിട്ട് ഇങ്ങനെ അപവാദം പറഞ്ഞതിന് കിട്ടിയ സമ്മാനമാണ്. 3 വിമാനം വീണു എന്ന് പറയുന്നു, 4 എന്നും പറയുന്നു. ഏതായാലും 3 ഉറപ്പാണ്. 3 എല്ലാ ടി വിക്കാരും ത്രൂ ഔട്ട് ദ വേൾഡ് സമ്മതിക്കുന്ന ഫിഗറാണ്. ചിലരൊക്കെ 4 എന്നും പറയുന്നു. ഏതായാലും സ്വന്തക്കാർ തന്നെ വിമാനം വെടിവെച്ചിട്ട് വീഡിയോ എടുത്ത് ആഘോഷമായിട്ട് നാടെങ്ങ് പ്രചരിപ്പിച്ചു. അതാണ് ട്രംപിന് കിട്ടിയ ഒരു തിരിച്ചടി. ട്രംപ് ആ ദേഷ്യത്തിനാണ് പുള്ളി ഇറാൻ്റെ 9 കപ്പലുകൾ 10 എന്നാണ് ഇന്നലെ രാത്രി പുള്ളി പറഞ്ഞത്. ഒഫീഷ്യൽ ആദ്യം വന്ന റിലീസ് 9 കപ്പലെന്ന്. ശരി 10 വെച്ചു. 10 കപ്പൽ ഞാൻ മുക്കിയിട്ടുണ്ട് അവരുടെ. അതിന് ഈ കടലിനടിയിൽ ഉരുട് കളിച്ച് നടക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കിക്കൊണ്ട് ഇതൊക്കെ ചെയ്തു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. എബ്രഹാം ലിങ്കൻ്റെ നേർക്ക് 4 മിസൈൽ ഇറാൻ അയച്ചു. എബ്രഹാം ലിങ്കൺ കൊണ്ടുവന്ന് ഇറാനും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അയച്ചു. ട്രംപ് പറഞ്ഞു അതൊന്നും ഞങ്ങളുടെ കപ്പലിൻ്റെ 7 അയൽവക്കത്ത് വന്നിട്ടില്ല, വരികയുമില്ല. വലിയ പ്രയാസമാണ് എബ്രഹാം ലിങ്കനെയൊക്കെ ആക്രമിക്കുക. അത് വലിയൊരു വെറുതെ ഒരു സിമ്പിൾ കപ്പലല്ലല്ലോ, അത് വലിയൊരു സന്നാഹമാണ്. വേറെ കപ്പലുകൾ കൂടെയുണ്ട്, അന്തർവാഹിനിയുണ്ട്, ഇപ്പോൾ അതുണ്ട്, മിസൈലുണ്ട്, എന്തൊരു സന്നാഹമാണ്. അവനെ ഒന്നും ആക്രമിക്കാൻ ഇറാനെ കൊണ്ട് നടക്കുമൊന്നുമില്ല. ഇറാൻ്റെ 4 മിസൈലൊന്നും പോയാൽ അതിൻ്റെ അടുത്ത് എത്തുകയില്ല. ആകാശത്ത് വെച്ച് തന്നെ അവർ തീർത്ത് കളയും. അത്ര വലിയ സന്നാഹമാണ്. പക്ഷേ ഇറാൻ ഈ ട്രംപ് ഗുണ്ടടിക്കുന്ന പോലെ അവരും ഗുണ്ടടിച്ചു, ഞങ്ങൾ വിട്ടു. പിന്നെ എന്താ, നെതന്യാഹുവിന് നേർക്ക് മിസൈൽ അയച്ചു. അത് കണ്ടായിരുന്നു മലയാള മാധ്യമങ്ങളിലേക്ക്. അയാളുടെ ഓഫീസിലേക്ക്. നെതന്യാഹുവിന് പരുക്ക് പറ്റിയോന്ന് അറിയില്ല. എന്ത് പരുക്കും, അയാളുടെ അടുത്തേക്ക് അത് പോകില്ല. പക്ഷേ ആളുകളത് വിശ്വസിക്കുന്നു. ഇവരാകെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറാനിൽ നിന്ന് വടക്ക് പടിഞ്ഞാറാണ് ഏകദേശം ഇസ്രായേൽ വരുന്നത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറോട്ട് നോക്കിയിട്ട് ഒരു മിസൈൽ, ഈശ്വരാ രക്ഷിക്കണേ പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വിടിയിലാണ് ആധാരത്തെ പറമ്പിച്ചെന്ന് വീഴും. നെതന്യാഹുവിൻ്റെ അടുത്തൊന്നും പോയി, പക്ഷേ അതാകെ ഒഴുകുന്നു. നെതന്യാഹുവിൻ്റെ നേർക്ക് മിസൈൽ അയച്ചു. ഇങ്ങനത്തെ ഈ വീമ്പടിക്കൽ 2 പേരും ഇറാനും അമേരിക്കയും നടത്തുന്നു. ഇത് ചെയ്യാത്ത ആൾ എന്തൊക്കെ പറഞ്ഞു നെതന്യാഹുവാണ്, ഒന്നും പറയില്ല. അയാളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾ പറയുള്ളൂ, യഹ്യ സിൻവറിനെ നമ്മൾ കൊന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയും. ചെയ്ത് കഴിഞ്ഞിട്ട് പറയും. അല്ലാതെ ഈ ആകാശത്ത് എവിടെയെങ്കിലും നടന്ന സംഭവം എടുത്ത് കൂട്ടി ചെയ്യുക, പൊങ്ങച്ചം പറയുക, ഇതൊന്നും അയാളുടെ അജണ്ടയിലില്ല. അങ്ങനെ ഇപ്പം നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ യുദ്ധത്തിൽ ഇപ്പം ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായ സമയത്ത്, ആ യുദ്ധ സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ പോകുന്നു, പിന്നീട് ഉക്രൈനിൽ പോകുന്നു. അതുപോലെ യുദ്ധം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു പ്രചാരമുണ്ട്. ഇപ്പോൾ ഇറാനുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യ, ഇസ്രയേലുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യ. അപ്പം മോദിക്ക് ഒരു മീഡിയേറ്ററുടെ റോൾ ഉണ്ടാകാം എന്ന് ലോക രാജ്യങ്ങളൊക്കെ തന്നെ കരുതുന്നു. മീഡിയേറ്റർ റോൾ ഉണ്ടാവാം, അത് പക്ഷേ നമ്മളുടെ മഹത്വം കൊണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒമാൻ വലിയൊരു രാജ്യമായിട്ടാണ് മീഡിയേറ്റർ ആകുന്നത്. അല്ല, അമേരിക്കയ്ക്കും ഇറാനും ഇടയ്ക്ക് മീഡിയേറ്റർ ആകുന്നത് ഒമാനാണ്. എത്ര ചെറിയ രാജ്യമാണ്. ഇന്ത്യയുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമല്ല. നമ്മുടെ കണയന്നൂർ താലൂക്കിൻ്റെ വലിപ്പം ഉണ്ടാവും. ഇതാണ് ഒമാൻ. പക്ഷേ അവരാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഡെവലപ്സ് ഇൻ സച്ച് എ മാനർ ദാറ്റ് യു ബിക്കം ദ മീഡിയേറ്റർ. അത് സിനിജിയുടെ മഹത്വം കൊണ്ടാണ് എന്നല്ല, ആ സാഹചര്യത്തിൽ സിനിജി മധ്യസ്ഥനായെന്നേ ഉള്ളൂ. സിനിജി ചിലപ്പോൾ സ്വയം ശപിക്കുകയും ചെയ്യും, കുന്ത എൻ്റെ തലയിലായാലും ഇവനും പറഞ്ഞ കേൾക്കില്ല, അവനും പറഞ്ഞ കേൾക്കില്ല,
എല്ലാവരും കൂടെ എന്നെ നോക്കിയിരിക്കുന്നു, സിനിജി എന്ത് ചെയ്യാണ്, മധ്യസ്ഥനാന്ന് പറഞ്ഞു ഉമ്മ നടന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് സിനിജിയെ കുറ്റപ്പെടുത്താനൊക്കെ തുടങ്ങും. മധ്യസ്ഥൻ എന്ന് പറയുന്നത് അത്ര നല്ല സുഖമുള്ള കാര്യമൊന്നുമല്ല. രണ്ടിടത്തും ചീത്ത കേൾക്കണം. പിന്നെ 2 ദിവസം ചീത്ത, നാട്ടുകാരുടെയും ചീത്ത കേട്ടുവെന്ന് വരും. അപ്പോൾ മധ്യസ്ഥൻ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ മധ്യസ്ഥനായിപ്പോയി. അതാണ് ഇന്ത്യയുടെ സാഹചര്യം. മധ്യസ്ഥനാവാൻ ഇന്ത്യക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ റിസ്ക് ഇതാണ്. മധ്യസ്ഥത വഹിച്ചിട്ട് അത് വേണ്ട രീതിയിൽ ആയില്ല എന്ന് വെച്ചോ, ഏതെങ്കിലും ഒരുത്തൻ ഈ മധ്യസ്ഥൻ തോറ്റു പോകാനായിട്ട് ഏതെങ്കിലും ഒരു പക്ഷം കടുംപിടുത്തം പിടിച്ചാൽ മതി, മധ്യസ്ഥൻ്റെ കഥ കഴിഞ്ഞു. അയാൾ പറഞ്ഞാൽ ഒന്നും നടക്കില്ല, ചീത്തപ്പേര് മിച്ചാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിസ്ക്കുണ്ട്. ഏതായാലും നമ്മൾ തൽക്കാലം ഇതിനകത്തുനിന്ന് ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. യുദ്ധത്തിൽ പെടാതെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മുടെ കൂട്ടുകാരായതുകൊണ്ട് UAE, ഖത്തർ, സൗദി ഇവരെയൊക്കെ പിന്തുണച്ച് അങ്ങനെ നിൽക്കുന്നു. പിന്തുണച്ച് ആയുധമൊന്നും കൊടുക്കുകയോ അങ്ങനെ യുദ്ധത്തിൽ ചേരുകയൊന്നുമില്ല. നാക്ക് കൊണ്ടുള്ള സപ്പോർട്ട്. അത് മാത്രം